ഓവർസിയർ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായി ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള 100 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിനായി ഒരു മോക്ക് ടെസ്റ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് സിലബസ് അനുസരിച്ചുള്ള 100 ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനായി റിവിഷൻ്റെ ഭാഗമായും ഇത് കാണാവുന്നതാണ്. മോക്ക് ടെസ്റ്റായി ഇത് അറ്റൻഡ് ചെയ്യുന്നവർ നമ്മളിതിൽ ഓരോ ചോദ്യങ്ങൾക്ക് ശേഷവും അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ് ചെയ്ത ശേഷം ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അതിൻ്റെ ഓപ്ഷൻ എഴുതാവുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ പരീക്ഷയായി അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ആൻസർ എഴുതുവാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന് ശേഷം അതിൻ്റെ ആൻസർ പറയും, അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം, അതിൻ്റെ ആൻസർ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചോദ്യം വായിക്കുന്നതിനായി നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ച് ആൻസർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് എ സീവർ വിച്ച് കളക്ട്സ് the flow from 2 or more submain sewers and which serves as an outlet for a large area. Options: house sewer, trunk sewer, main sewer, both B and C. ക്വസ്റ്റ്യൻ എഴുതുന്നവർ ഇത് പോസ് ചെയ്ത് ആൻസർ എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ജോയിനിങ് ലാർജ് ഡയമീറ്റർ കോൺക്രീറ്റ് ആൻഡ് ആസ്ബെസ്റ്റോസ് പൈപ്സ്. ഓപ്ഷൻസ്: കോളാർ ജോയിൻറ്റ്, ഫ്ലാഞ്ച്ഡ് ജോയിൻറ്റ്, ഫ്ലെക്സിബിൾ ജോയിൻറ്റ്, സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ആൻസർ: കോളാർ ജോയിൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലോറാമിൻ is formed when the pH range is less than 4.4. Options: monochloramine, dichloramine, both trichloramine and dichloramine, trichloramine. Answer: trichloramine, option D. Next question, two-pipe system consists of. Options: soil pipe, waste pipe only. Option B, soil pipe, wind pipe only. Option C, waste pipe, wind pipe only. Option D, soil pipe, waste pipe and wind pipe. Answer: option D, soil pipe, waste pipe and wind pipe. Next question, manholes are generally provided at. Options: bends, gradients, junctions, all of the above. Answer: option D, all of the above. Next question, the amount of water required for washing a rapid sand gravity filter is. Options: 1 to 5% of total amount of water filtered, 3 to 5% of the total amount of water filtered, 5 to 15% of the total amount of water filtered, none of this. Answer: 1 to 5% of the total amount of water filtered, option A. Next question, 7th question, the land width for national highway in open area. ഓപ്പൺ ഏരിയയിലെ നാഷണൽ ഹൈവേയുടെ ലാൻഡ് വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 45 മീറ്റർ, 60 മീറ്റർ, 25 മീറ്റർ, 40 മീറ്റർ.
ആൻസർ ഓപ്ഷൻ എ 45 meter. Road which carries 251 to 600 vehicles a day is classified as. ഒരു ദിവസം 251 മുതൽ 600 വെഹിക്കിൾസ് വരെ പോകുന്ന റോഡിൻ്റെ ഏത് ക്ലാസിഫിക്കേഷനിൽ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: വെരി ഹെവി ട്രാഫിക്, മീഡിയം ട്രാഫിക്, ലൈറ്റ് ട്രാഫിക്. ആൻസർ ഓപ്ഷൻ ബി, ഹെവി ട്രാഫിക്. Next question. The portion of the roadway designed and constructed for vehicular traffic is. റോഡ്വേയിൽ ഏത് ഭാഗമാണ് വെഹിക്കുലാർ ട്രാഫിക്കിന് വേണ്ടി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം? ഓപ്ഷൻസ്: റോഡ്വേ, ലാൻഡ് വിഡ്ത്ത്, കാരിയേജ് വേ, ഡ്രൈവ് വേ. വെഹിക്കുലാർ ട്രാഫിക്കിന് വേണ്ടിയുള്ള ഭാഗം. ആൻസർ ഓപ്ഷൻ സി, കാരിയേജ് വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം. കേംബർ പ്രൊവൈഡഡ് ഫോർ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്സ് ഫോർ ഹെവി റെയിൻഫോൾ. ഹെവി റെയിൻഫോളിൽ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന കേംബർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 1 in 40, 1 in 33, 1 in 50, 1 in 25. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് ഹെവി റെയിൻഫോൾ. ആൻസർ 1 in 33. 11ാമത്തെ ചോദ്യം. റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഫോർ മൗണ്ടേനിയസ് ടെറൈൻ ഈസ്. മൗണ്ടേനിയസ് ടെറൈനിൽ നമ്മൾ കൊടുക്കുന്ന റൂളിംഗ് ഗ്രേഡിയൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 5%, 6%, 4%, 7%. ആൻസർ ഓപ്ഷൻ എ, 5%. 12ാമത്തെ ചോദ്യം. ഫോർ എ സ്ട്രെയിറ്റ് ബ്രിഡ്ജ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ബ്രിഡ്ജ് ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഈസ്. ഒരു സ്ട്രെയിറ്റ് ബ്രിഡ്ജിൻ്റെ ആംഗിളും ഡയറക്ഷൻ ഓഫ് ഫ്ലോയുടെ ആംഗിളും തമ്മിൽ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 0 degree, 45 degree, 90 degree, any angle other than 90 degree. ആൻസർ 90 degree, ഓപ്ഷൻ സി. 13ാമത്തെ ചോദ്യം. വിഡ്ത്ത് ഓഫ് ഹെഡ് ഓഫ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ ഈസ്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലിൻ്റെ ഹെഡിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിഡ്ത്ത് ഓഫ് ഹെഡ് ഓഫ് എ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ ഈസ്. ഓപ്ഷൻസ്: 66.68 cm, 666.8 cm, 6.668 cm, 6668 cm. Answer is 6.668 cm. ഓപ്ഷൻ സി. 14ാമത്തെ ചോദ്യം. ദീസ് ആർ യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ദി റെയിൽസ് ടു ദി വുഡൻ സ്ലീപ്പേഴ്സ്. റെയിൽസിനെ വുഡൻ സ്ലീപ്പേഴ്സിലേക്ക് ഫിക്സ് ചെയ്യുന്നത് ഏതുപയോഗിച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ചെയർ, സ്പൈക്സ്, ഫിഷ് പ്ലേറ്റ്സ്, ആൻറ്റി ക്രീപ്പേഴ്സ്. റെയിൽസിനെ വുഡൻ സ്ലീപ്പേഴ്സിലേക്ക് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, സ്പൈക്സ്. 15ാമത്തെ ചോദ്യം. ദി ഗ്രോയിൻ പോയിൻറ്റ്സ് അപ്സ്ട്രീം ഈസ്. അപ്സ്ട്രീമിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഗ്രോയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: അട്രാക്റ്റിംഗ് ഗ്രോയിൻ, റിപ്പല്ലിംഗ് ഗ്രോയിൻ, ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻ, ഓൾ ഓഫ് ദി എബോവ്. അപ്സ്ട്രീമിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഗ്രോയിൻ. ആൻസർ ഓപ്ഷൻ ബി, റിപ്പല്ലിംഗ് ഗ്രോയിൻ. ഓപ്ഷൻ ബി, റിപ്പല്ലിംഗ് ഗ്രോയിൻ. 16ാമത്തെ ചോദ്യം.
The cross drainage work constructed when the high flood level of the drainage is higher than the canal bed level. Cross drainage work constructed when high flood level of drainageൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ കനാൽ ബെഡ് ലെവലിനേക്കാൾ മുകളിലാണെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: അക്വിഡക്റ്റ്, സൂപ്പർ പാസേജ്, സൈഫൺ അക്വിഡക്റ്റ്, കനാൽ സൈഫൺ. ആൻസർ ഓപ്ഷൻ സി, സൈഫൺ അക്വിഡക്റ്റ്. നെക്സ്റ്റ് 17ാമത്തെ ചോദ്യം. ബ്രാഞ്ച് കനാൽസ് ആർ യൂഷ്വലി ക്യാരി എ ഡിസ്ചാർജ്. ബ്രാഞ്ച് കനാലിൻ്റെ ഡിസ്ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: മോർ ദാൻ 0.25 ക്യുമെക്സ്, മോർ ദാൻ 5 ക്യുമെക്സ്, ലെസ് ദാൻ 5 ക്യുമെക്സ്, ലെസ് ദാൻ 0.25 ക്യുമെക്സ്. ബ്രാഞ്ച് കനാൽസിൻ്റെ ഡിസ്ചാർജ്. ആൻസർ മോർ ദാൻ 5 ക്യുമെക്സ്. 18ാമത്തെ ചോദ്യം. ഹെഡ് അവൈലബിൾ ഫോർ ടർബൈൻ ഈസ്. ടർബൈനുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെഡിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡ് അവൈലബിൾ ഫോർ ടർബൈൻ ഈസ്. ഓപ്ഷൻസ്: നെറ്റ് ഹെഡ്, എഫക്റ്റീവ് ഹെഡ്, ഗ്രോസ് ഹെഡ്. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. 19ാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ് ഡ്യൂറിങ് ദി എൻറ്റയർ പീരീഡ് ഓഫ് ഗ്രോത്ത് ഓഫ് ദി ക്രോപ്പ്. ഒരു ക്രോപ്പിൻ്റെ വളർച്ചാ സമയത്ത് അതിൻ്റെ ക്രോപ്പ് ഏരിയ ഓഫ് ഇറിഗേറ്റഡ് ലാൻഡും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടറും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ. ഓപ്ഷൻസ്: ഡെൽറ്റ, ഡ്യൂട്ടി, ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡ്. റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ. ആൻസർ ഓപ്ഷൻ ബി, ഡ്യൂട്ടി. 20ാമത്തെ ചോദ്യം. ദി പെർസെൻറ്റേജ് ഓഫ് CCA പ്രപ്പോസ്ഡ് ടു ബി ഇറിഗേറ്റഡ് സീസണലി ഇസ് കോൾഡ്. ദി പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ പ്രപ്പോസ്ഡ് ടു ബി ഇറിഗേറ്റഡ് സീസണലി ഇസ് കോൾഡ്. ഓപ്ഷൻസ്: ക്രോപ്പ് റേഷ്യോ, ഔട്ട്ലെറ്റ് ഫാക്ടർ, ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, ടൈം ഫാക്ടർ. ആൻസർ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. 21ാമത്തെ ചോദ്യം. ഫൈൻ അഗ്രിഗേറ്റ് കൺഫേമിംഗ് വിച്ച് സോൺ ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ മേക്കിംഗ് RCC. ഏത് സോണിൽ ഉൾപ്പെടുന്ന ഫൈൻ അഗ്രിഗേറ്റ് ആണ് RCCക്ക് ഉപയോഗിക്കാത്തത്? ഓപ്ഷൻസ്: സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4. ആൻസർ ഓപ്ഷൻ ഡി, സോൺ 4. 22ാമത്തെ ചോദ്യം. ദി ക്വാണ്ടിറ്റി ഓഫ് ജിപ്സം ആഡഡ് ഇൻ സിമെൻറ്റ് വേരീസ് ഫ്രം 2 to 3% വിൽ ഡിപ്പെൻഡ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ്. ജിപ്സം 2 മുതൽ 3% വരെയാണ് നമ്മൾ സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്. അത് എത്ര ശതമാനം ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ ക്വാണ്ടിറ്റി അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻസ്: C3A, C4AF, C3S, C2S. ആൻസർ C3A. 23ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റോക്ക്. ചുവടെ തന്നിരിക്കുന്നവയിൽ റോക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ക്വാഡ്സ്, മൈക്ക, ജിപ്സം, ഓൾ ഓഫ് ദി അബോവ്.
ആൻസർ ഓപ്ഷൻ സി ജിപ്സം. 24ാമത്തെ ചോദ്യം. ദി റേഡിയൽ സ്പ്ലിറ്റ്സ് വിച്ച് ആർ വൈഡർ ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദി ലോഗ് ആൻഡ് നാരോവർ ടുവേർഡ്സ് ദി പിത്ത് ആർ നോൺ ആസ്. റേഡിയലായി ഉണ്ടാകുന്ന സ്പ്ലിറ്റുകൾ പുറമേ ഭാഗത്ത് വീതി കൂടിയും ഉള്ളിലേക്ക് വരുംതോറും വീതി കുറഞ്ഞു വരുന്ന റേഡിയൽ സ്പ്ലിറ്റുകളെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഹേർട്ട് ഷേക്സ്, കപ്പ് ഷേക്സ്, സ്റ്റാർ ഷേക്സ്, റിൻഡ് ഗേൾസ്. ആൻസർ ഓപ്ഷൻ സി സ്റ്റാർ ഷേക്സ്. 25ാമത്തെ ചോദ്യം. പ്ലൈവുഡ് ഈസ് മെയ്ഡ് ബൈ ബോണ്ടിങ് ടുഗദർ തിൻ ലെയേഴ്സ് ഓഫ് വുഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ ഗ്രെയിൻ ഓഫ് എനി ലെയർ ടു ഗ്രെയിൻസ് ഓഫ് അഡ്ജസൻറ്റ് ലെയേഴ്സ് ഈസ്. ഒരു പ്ലൈവുഡിലെ അഡ്ജസൻറ്റ് ലെയേഴ്സുകളിൽ വരുന്ന ഗ്രെയിൻ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. ആൻസർ 90 ഡിഗ്രി, ഓപ്ഷൻ ഡി. 26th question. Compared to mild steel, cast iron has. മൈൽഡ് സ്റ്റീലിനെ അപേക്ഷിച്ച് കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ലോ കംപ്രസീവ് സ്ട്രെങ്ത്, ലോ ടെൻസൈൽ സ്ട്രെങ്ത്. ഇതിലേതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ 1 and 2, ബി 2 and 3, സി 3 and 4, ഡി 1 and 4. കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 1 and 4. ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, ലോ ടെൻസൈൽ സ്ട്രെങ്ത്. 27ാമത്തെ ചോദ്യം. ദി പ്രോസസ് ഓഫ് മിക്സിംഗ് വാട്ടർ വിത്ത് ക്യുക്ലൈം ഈസ് കോൾഡ്. വാട്ടറിനെ ക്യുക്ലൈമുമായി മിക്സ് ചെയ്യുന്നതിനെ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻസ് കൂളിംഗ് ഓഫ് ലൈം, കാൽസിനേഷൻ ഓഫ് ലൈം, സ്ലേക്കിംഗ് ഓഫ് ലൈം, ക്യൂറിംഗ് ഓഫ് ലൈം. ആൻസർ ഓപ്ഷൻ സി സ്ലേക്കിംഗ് ഓഫ് ലൈം. 28ാമത്തെ ചോദ്യം. ദി മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കാൽഷ്യം ക്ലോറൈഡ് യൂസ്ഡ് ആസ് ആൻ ആക്സിലറേറ്റർ ഇൻ സിമെൻറ്റ് ഇൻ പെർസെൻറ്റേജ് ബൈ വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ഈസ്. ആക്സിലറേറ്ററായിട്ട് നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് എത്രയാണ് ആഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ആണ് ആഡ് ചെയ്യുന്നത്? 1, 2, 3, 4. ആൻസർ ഓപ്ഷൻ ബി 2%. 29ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കെമിക്കൽസ് ആർ യൂസ്ഡ് ഫോർ ടെർമൈറ്റ് പ്രൂഫിംഗ്. തന്നിരിക്കുന്നതിൽ ടെർമൈറ്റ് പ്രൂഫിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ ക്ലോറിൻ, ആൽഡ്രിൻ, സോഡിയം, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി ആൽഡ്രിൻ. 30ാമത്തെ ചോദ്യം. ഇൻ ബ്രാസ് ദി പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ഈസ് റെസ്പെക്റ്റീവ്ലി. ബ്രാസിലെ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 60 and 40, 88 and 12, 40 and 60, 12 and 88. ആൻസർ ഓപ്ഷൻ എ 60-40. കോപ്പർ 60%, സിങ്ക് 40%. 31ാമത്തെ ചോദ്യം. സ്വെല്ലിംഗ് ഓഫ് ബ്രിക്സ് ഈസ് നോൺ ആസ്. ബ്രിക്സ് സ്വെല്ല് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ ബ്ലോട്ടിംഗ്, ബി ലാമിനേഷൻ, സി ചാപ്സ്, ഡി എഫ്ലോറസെൻസ്. ആൻസർ ഓപ്ഷൻ എ ബ്ലോട്ടിംഗ്. 32ാമത്തെ ചോദ്യം. മാക്സിമം ബൾക്കിംഗ് ഓഫ് സാൻഡ് ഒക്വേഴ്സ് അറ്റ് എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ്. മാക്സിമം ബൾക്കിംഗ് ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 28%, 15%, 8%, 5%. ആൻസർ ഈസ് ഓപ്ഷൻ സി 8%. 33ാമത്തെ ചോദ്യം. ഹൗ മെനി വെർട്ടിക്കൽ ഫോൾഡ്സ് കം അണ്ടർ A0 സൈസ് ട്രിംഡ് ഡ്രോയിങ് ഷീറ്റ്.
A0 സൈസ് ട്രിംഡ് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പം എത്ര വെർട്ടിക്കൽ ഫോൾഡ് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A0 സൈസ് ട്രിംഡ് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പം എത്ര വെർട്ടിക്കൽ ഫോൾഡ് വരും? ഓപ്ഷൻസ് 5, 6, 7, 8. ആൻസർ ഈസ് 6. ഓപ്ഷൻ ബി. 34ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് G1 ഇൻ സെൻറ്റർ ലൈൻ? G1 ലൈൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ചെയിൻ തിൻ, ഡാഷ്ഡ് തിക്ക്, കണ്ടിന്യൂസ് തിക്ക്. ആൻസർ ഓപ്ഷൻ എ ചെയിൻ തിൻ. 35ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ 2 റേഡിയൈ ഓൺ ഇറ്റ്സ് ആർക്ക്? ഒരു ആർക്കും 2 റേഡിയയും ചേർന്ന് വരുന്ന പാർട്ട് ഓഫ് സർക്കിളിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സർക്കിൾ, സെക്ടർ, സെഗ്മെൻറ്റ്, സെമി സർക്കിൾ. ആൻസർ ഓപ്ഷൻ ബി സെക്ടർ. 36ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി RF if actual length of 5 meter represented by 25 millimeter length? Options 1:2000, 1:200, 1:20, 1:2. ഇത് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ആൻസർ ഓപ്ഷൻ ബി 1:200. 37ാമത്തെ ചോദ്യം, ഹൗ ദി യൂണിഡയറക്ഷണൽ സിസ്റ്റം ഡയമെൻഷൻസ് ആർ പ്ലേസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ടു റീഡ്? യൂണിഡയറക്ഷണൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ റീഡിങ്സ് വായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ഡ്രോയിങ്, ഫ്രം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ്, ഫ്രം ബോട്ടം ഓഫ് ദി ഡ്രോയിങ്, ഫ്രം റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ഫ്രം ദി ബോട്ടം ഓഫ് ദി ഡ്രോയിങ്. 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഡെസിഗ്നേഷൻ ഓഫ് ഡ്രോയിങ് ഷീറ്റ് യൂസ്ഡ് ഇൻ 700 by 500 by 15 mm സൈസ് ഡ്രോയിങ് ബോർഡ്? 700 by 500 by 15 mm സൈസ് ഡ്രോയിങ് ബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഷീറ്റിൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് A0, A1, A2, A3. ആൻസർ ഈസ് ഓപ്ഷൻ സി A2. 39ാമത്തെ ചോദ്യം, എ പോയിന്റ് ഈസ് 20 mm ബിഹൈൻഡ് ദി VP ആൻഡ് 25 mm ബിലോ HP, ഇറ്റ്സ് ടോപ്പ് വ്യൂ വിൽ ബി? 20 mm ബിഹൈൻഡ് VPക്ക് പിന്നിലും 25 mm ബിലോ HP ആണ്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് വ്യൂ എവിടെയായിരിക്കും? ഓപ്ഷൻസ് എബോവ് ദി XY ലൈൻ, ബിലോ ദി XY ലൈൻ, ഓൺ ദി XY ലൈൻ, എനി ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി ബിലോ ദി XY ലൈൻ. 40ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പ്രൊജക്ഷൻ ഇഫ് ദി റെസീഡിംഗ് ലൈൻസ് ആർ ഡ്രോൺ ടു ഹാഫ് സ്കെയിൽ? ഓപ്ഷൻസ് കെവലിയർ പ്രൊജക്ഷൻ, ക്യാബിനറ്റ് പ്രൊജക്ഷൻ, ക്ലിനോഗ്രാഫിക് പ്രൊജക്ഷൻ, ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. ഹാഫ് സ്കെയിലിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്ന പ്രൊജക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ക്യാബിനറ്റ് പ്രൊജക്ഷൻ. 41ാമത്തെ ചോദ്യം, റൂഫ് ട്രസ് ഈസ് പ്രൊവൈഡഡ് വെൻ സ്പാൻ ഈസ്? റൂഫ് ട്രസ് എപ്പോഴാണ്, സ്പാൻ എത്രയാകുമ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ലെസ് ദാൻ 4 meter, മോർ ദാൻ 5 meter, ബിറ്റ്വീൻ 4 and 5 meter, ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഓപ്ഷൻ ബി മോർ ദാൻ 5 meter. 42ാമത്തെ ചോദ്യം, ജനറലി ഡാഷ് ഫ്ലോറിംഗ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ബാത്റൂംസ് ആൻഡ് കിച്ചൺ? ബാത്റൂമിലും കിച്ചണിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്ത ഫ്ലോറിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ലിനോലിയം, ടെറാസോ, ടൈൽ, മാർബിൾ. ആൻസർ ഓപ്ഷൻ എ ലിനോലിയം. 43ാമത്തെ ചോദ്യം, എ ഡാഷ് വിൻഡോ ഈസ് കൺസ്ട്രക്റ്റഡ് സിമിലർ ടു ഡോർ കൺസ്ട്രക്ഷൻ ഈസ് കോൾഡ്? ഡോർ കൺസ്ട്രക്ഷൻ പോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വിൻഡോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഡോർമർ വിൻഡോ, ബേ വിൻഡോ, ഗേബിൾ വിൻഡോ, കേസ്മെൻറ്റ് വിൻഡോ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി കേസ്മെൻറ്റ് വിൻഡോ. 44ാമത്തെ ചോദ്യം, പ്രൊജക്റ്റിംഗ് സ്റ്റോൺ വിച്ച് യൂഷ്വലി പ്രൊവൈഡ് ടു സെർവ് ആസ് എ സപ്പോർട്ട് ഫോർ റൂഫ് ട്രസ്, ബീം, വെതർ ഷെഡ് ഈസ് നോൺ ആസ്? റൂഫ് ട്രസ്സും ബീമും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രൊജക്റ്റിംഗ് സ്റ്റോണിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കോഴ്സ്, കോപ്പിംഗ്, കോർബൽ, കോർണിസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി കോർബൽ. 45ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി പ്ലിന്ത്?
പ്ലിന്തിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡിസ്ട്രിബ്യൂട്ടിംഗ് ലോഡ് ടു ദി ഫൗണ്ടേഷൻ, റൈസിംഗ് ദി ഫ്ലോർ ലെവൽ ടു പ്രിവെൻറ്റ് വാട്ടർ ഇൻഗ്രസ്, പ്രിവെൻറ്റിംഗ് ഇൻസെക്ട്സ് ഫ്രം എൻറ്ററിംഗ് ദി ബിൽഡിംഗ്, പ്രൊവൈഡിംഗ് സപ്പോർട്ട് ടു അപ്പർ ഫ്ലോർസ്. പ്ലിന്തിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: ഓപ്ഷൻ ഡി, പ്രൊവൈഡിംഗ് സപ്പോർട്ട് ടു അപ്പർ ഫ്ലോർസ്. 46ാമത്തെ ചോദ്യം: ഇഫ് ദി മാനുവൽ കോമ്പാക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഫോർ എ മാനുഫാക്ചർ ഓഫ് 15 cm cubical concrete specimen to determine its compressive strength, then the number of strokes to be given per layer is. നമ്മൾ 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്തിന് വേണ്ടി കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ മാനുവലായിട്ട് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുമ്പം ഓരോ ലെയറിനും എത്രയാണ് കോമ്പാക്ഷൻ കൊടുക്കേണ്ടത്? ഓപ്ഷൻസ്: 35, 15, 25, 45. ആൻസർ ഈസ് ഓപ്ഷൻ എ, 35. 47ാമത്തെ ചോദ്യം: റാങ്കിൻസ് ഫോർമുല ഈസ് ടു ഫൈൻഡ് ഔട്ട്. റാങ്കിൻസ് ഫോർമുല എന്താണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: മാക്സിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, മിനിമം വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ, മാക്സിമം വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ആൻസർ ഈസ് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ ബി. 48ാമത്തെ ചോദ്യം: ടൈപ്പ് ഓഫ് പോയിൻറ്റിംഗ് ഇൻ വിച്ച് വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഈസ് പ്രൊവൈഡഡ് ഔട്ട്സൈഡ് ദി വാൾ സർഫസ് ഈസ് കോൾഡ്. വാൾ സർഫസിൽ നിന്നും പുറത്തേക്ക് ഒരു വി പ്രൊജക്ഷൻ കൊടുക്കുന്ന പോയിൻറ്റിങ്ങിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: സ്ട്രക്ക് പോയിൻറ്റിംഗ്, ടൂത്ത്ഡ് പോയിൻറ്റിംഗ്, ഗ്രൂവ് പോയിൻറ്റിംഗ്, റിസസ്സിംഗ്. ആൻസർ: ഓപ്ഷൻ എ, സ്ട്രക്ക് പോയിൻറ്റിംഗ്. 49ാമത്തെ ചോദ്യം: ഇൻ എ 3-coat പ്ലാസ്റ്ററിംഗ് ദി തേർഡ് കോട്ട് ഈസ് നോൺ ആസ്. 3-coat പ്ലാസ്റ്ററിങ്ങിലെ തേർഡ് കോട്ടിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: പെരിഫറൽ കോട്ട്, സെറ്റിംഗ് കോട്ട്, ബോണ്ടിംഗ് കോട്ട്, ഫ്ലോട്ടിംഗ് കോട്ട്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെറ്റിംഗ് കോട്ട്. 50ാമത്തെ ചോദ്യം: എ ബോണ്ട് ഇൻ വിച്ച് ഹെഡർ ആൻഡ് സ്ട്രെച്ചേഴ്സ് കെയിം ഇൻ സെയിം കോഴ്സ്. ഒരേ കോഴ്സിൽ തന്നെ ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും വരുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: ഇംഗ്ലീഷ് ബോണ്ട്, റാക്കിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്. ആൻസർ: ഓപ്ഷൻ ഡി, ഫ്ലെമിഷ് ബോണ്ട്. 51ാമത്തെ ചോദ്യം: ഇൻ ഹാഫ് ടേൺ സ്റ്റെയർസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഈസ് ത്രൂ. ഹാഫ് ടേൺ സ്റ്റെയർസിൽ എത്ര ഡിഗ്രിയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്? ഓപ്ഷൻസ്: 90 ഡിഗ്രി, 45 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി. ആൻസർ ഈസ് ഓപ്ഷൻ സി, 180 ഡിഗ്രി. 52ാമത്തെ ചോദ്യം: ദി മിനിമം ക്ലിയർ കവർ ഓഫ് RCC കോളംസ് ഷോൾ ബി. RCC കോളത്തിൻ്റെ മിനിമം ക്ലിയർ കവർ എത്രയായിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ ഓഫ് 40 mm ഓർ ഡയമീറ്റർ ഓഫ് ബാർസ്, സ്മോളർ ഓഫ് 40 mm ഓർ ഡയമീറ്റർ ഓഫ് ബാർസ്, ഗ്രേറ്റർ ഓഫ് 25 mm ഓർ ഡയമീറ്റർ ഓഫ് ബാർസ്, സ്മോളർ ഓഫ് 25 mm ഓർ ഡയമീറ്റർ ഓഫ് ബാർസ്. മിനിമം ക്ലിയർ കവർ ഓഫ് RCC കോളം. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗ്രേറ്റർ ഓഫ് 40 mm ഓർ ഡയമീറ്റർ ഓഫ് ബാർസ്. 53ാമത്തെ ചോദ്യം: ദി ആക്ച്വൽ തിക്നെസ് ഓഫ് ബട്ട് വെൽഡ് ആസ് കമ്പയർഡ് ടു ദി തിക്നെസ് ഓഫ് എ പ്ലേറ്റ് ഈസ് യൂഷ്വലി. ഒരു പ്ലേറ്റ് തിക്നെസ്സിനെ അടിസ്ഥാനമാക്കി ബട്ട് വെൽഡിൻ്റെ തിക്നെസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് വെൽഡിൻ്റെ തിക്നെസ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻസ്: മോർ, ലെസ്, ഈക്വൽ, നൺ ഓഫ് ദിസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, മോർ. 54ാമത്തെ ചോദ്യം: അക്കോർഡിംഗ് ടു IS 456-2000, മാക്സിമം സ്പേസിംഗ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ കോൺക്രീറ്റ് ബീംസ് ഇൻ നോ കേസ് ഷോൾ നോട്ട് എക്സീഡ്. IS 456-2000 അനുസരിച്ച് മാക്സിമം സ്പേസിങ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എത്രയിൽ കൂടാൻ പാടില്ല? മാക്സിമം എത്ര സ്പേസിങ് കൊടുക്കാം? ഓപ്ഷൻസ്: 250 mm, 300 mm, 350 mm, 450 mm. ആൻസർ ഓപ്ഷൻ ബി, 300 mm. 55ാമത്തെ ചോദ്യം: ദി ഔട്ടർ പ്രൊജക്ഷൻ ഓഫ് എ ട്രെഡ് ഇൻ എ സ്റ്റെയർ ഈസ് കോൾഡ്. ഒരു സ്റ്റെയറിൽ ട്രെഡിൻ്റെ പ്രൊജക്ഷൻ, ട്രെഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: വൈൻഡർ, സ്കോട്ടിയ, നോസിംഗ്, സോഫിറ്റ്. ആൻസർ നോസിംഗ്, ഓപ്ഷൻ സി. 56ാമത്തെ ചോദ്യം: ദി ഹൊറിസോണ്ടൽ വുഡൻ ഓർ സ്റ്റീൽ മെമ്പേഴ്സ് ടു സപ്പോർട്ട് ദി കോളം റാഫ്റ്റേഴ്സ് ഓഫ് എ റൂഫ് വെൻ ദി സ്പാൻ ഈസ് ലാർജ്. സ്പാൻ വളരെ കൂടുതലാണെങ്കിൽ കോമൺ റാഫ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ വുഡൻ അല്ലെങ്കിൽ സ്റ്റീൽ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: വാൾ പ്ലേറ്റ്, പോസ്റ്റ് പ്ലേറ്റ്, റിഡ്ജ് പീസ്, പെർലിൻ. ആൻസർ ഓപ്ഷൻ ഡി, പെർലിൻ. 57ാമത്തെ ചോദ്യം:
The method of adding certain waterproofing compounds to the concrete mix to make it impermeable is known as. കോൺക്രീറ്റിനെ ഇംപെർമിയബിൾ ആക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ആഡ് ചെയ്യുന്നു. ആ മെത്തേഡിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: ഇൻ്റഗ്രൽ ഡാം പ്രൂഫിംഗ്, മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ്, ഗണൈറ്റിംഗ്, ഗ്രൗട്ടിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇൻ്റഗ്രൽ ഡാം പ്രൂഫിംഗ്. 58ാമത്തെ ചോദ്യം: ദി ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് എ വാട്ടർ ലോക്ക്ഡ് സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ. ഒരു വാട്ടർ ലോക്ക്ഡ് സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാനുള്ള മെത്തേഡ്. ഓപ്ഷൻസ്: ഗ്രൗട്ടിംഗ്, കെമിക്കൽ ആക്ഷൻസ്, ഡ്രെയിനേജ്, കോമ്പാക്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡ്രെയിനേജ്. 59ാമത്തെ ചോദ്യം: ദി ഡിസ്റ്റൻസ് ഓഫ് ദി സെൻറ്റർ ഓഫ് എ റിവറ്റ് ഫ്രം ദി എൻഡ് ഓഫ് പ്ലേറ്റ് ഈസ് കോൾഡ്. റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും പ്ലേറ്റിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓപ്ഷൻസ്: പിച്ച്, ലെങ്ത് ഓഫ് റിവറ്റ്, മാർജിൻ, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി, മാർജിൻ. 60ാമത്തെ ചോദ്യം: ദി ലോവർ ഹാഫ് പോർഷൻ ഓഫ് ദി ആർച്ച് ബിറ്റ്വീൻ ദി ക്രൗൺ ആൻഡ് സ്ക്യൂബാക്ക് ഈസ്. ആർച്ചിൽ ക്രൗണിനും സ്ക്യൂബാക്കിനും ഇടയിലെ ലോവർ പോർഷനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: ഇൻട്രഡോസ്, എക്സ്ട്രഡോസ്, സ്പാൻഡ്രിൽ, ഹോഞ്ച്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹോഞ്ച്. 61ാമത്തെ ചോദ്യം: ദി കമാൻഡ് യൂസ്ഡ് ടു കൺവേർട്ട് പോളിലൈൻ ടു ലൈൻ. പോളിലൈൻ ലൈനാക്കി മാറ്റുന്നതിൻ്റെ കമാൻഡ്. ഓപ്ഷൻസ്: എക്സ്പ്ലോഡ്, ജോയിൻ, എക്സ്റ്റെൻഡ്, എക്സ്ട്രിം. ആൻസർ ഓപ്ഷൻ എ, എക്സ്പ്ലോഡ്. 62ാമത്തെ ചോദ്യം: ദി അബ്രീവിയേറ്റഡ് ക്യാരക്ടർ ഓർ ഷോർട്ട് കട്ട് കീ സി ഈസ് യൂസ്ഡ് ആസ് എ ഡാഷ് കമാൻഡ് ഇൻ ഓട്ടോകാഡ്. സി എന്തിൻ്റെ ഷോർട്ട് കട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡ്രോയിങ് സർക്കിൾ, ചാംഫറിംഗ്, കോപ്പിംഗ് സെലക്റ്റഡ് ഒബ്ജക്റ്റ്, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ, ഡ്രോയിങ് സർക്കിൾ. 63ാമത്തെ ചോദ്യം: ദി കമാൻഡ് യൂസ്ഡ് ടു ഇറേസ് എ പാർട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റുകൾക്കിടയിലുള്ളൊരു ഭാഗം ഇറേസ് ചെയ്ത് കളയുന്നതിന് ഉപയോഗിക്കുന്ന കമാൻഡ്. ഓപ്ഷൻസ്: ക്ലോസ്, ഫിനിഷ്, കംപ്ലീറ്റ്, ബ്രേക്ക്. ആൻസർ ഓപ്ഷൻ ഡി, ബ്രേക്ക്. 64ാമത്തെ ചോദ്യം: ഫംഗ്ഷൻ കീ F10 യൂസ്ഡ് ഇൻ ഓട്ടോകാഡ്. F10 എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്നാപ്പ് ഓൺ ഓഫ്, ഗ്രിഡ് ഓൺ ഓഫ്, ഓർത്തോ ഓൺ ഓഫ്, പോളാർ ട്രാക്കിംഗ്. ആൻസർ ഓപ്ഷൻ ഡി, പോളാർ ട്രാക്കിംഗ്. 65ാമത്തെ ചോദ്യം: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ടൂൾ ബാർ ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിൻ്റെ ടൂൾ ബാർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ടൂൾ ബാറിൽ വരാത്തത്. ഓപ്ഷൻസ്: ഡ്രോ, പ്രോപ്പർട്ടീസ്, സ്റ്റാൻഡേർഡ്, എഡിറ്റ്. നോട്ട് എ ടൂൾ ബാർ. ആൻസർ ഓപ്ഷൻ ഡി, എഡിറ്റ്. 66ാമത്തെ ചോദ്യം: ദി മോസ്റ്റ് എഫക്റ്റീവ് കമാൻഡ് യൂസ്ഡ് ടു ഡ്രോ സിമെട്രിക്കൽ ഒബ്ജക്ട്സ്. സിമെട്രിക്കൽ ഒബ്ജക്ട്സിനെ വരയ്ക്കുന്നതിനായി നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: കോപ്പി, അറേ, ലെങ്തൻ, മിറർ. ആൻസർ ഓപ്ഷൻ ഡി, മിറർ. 67ാമത്തെ ചോദ്യം: വിച്ച് എമംഗ് ദം ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ഫോർ സ്റ്റാർട്ടിംഗ് പ്രിൻ്റ് കമാൻഡ്. പ്രിൻ്റ് കമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലോട്ട്, പ്രിൻ്റ്, കൺട്രോൾ പ്ലസ് പി, PR. ആൻസർ ഓപ്ഷൻ ഡി, PR. 68ാമത്തെ ചോദ്യം: ദി എക്സ്റ്റൻഷൻ ഫോർ ഓട്ടോകാഡ് ടെംപ്ലേറ്റ് ഫയൽ ഈസ്. ഓട്ടോകാഡ് ടെംപ്ലേറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: .dwg, .dwt, .doc, .dxf. ആൻസർ ഓപ്ഷൻ ബി, DWT. 69ാമത്തെ ചോദ്യം: ദി വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി അറ്റ് ദി എൻഡ് ഓഫ് ദി യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്. യൂട്ടിലിറ്റി പീരീഡിൻ്റെ അവസാനം ഡിസ്മാൻഡിൽ ചെയ്യാതെ തന്നെയുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: സ്ക്രാപ്പ് വാല്യൂ, റേറ്റബിൾ വാല്യൂ, സാൽവേജ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ. ആൻസർ ഓപ്ഷൻ സി, സാൽവേജ് വാല്യൂ. 70. IS കോഡ് 1200 പാർട്ട് 1 ഡീൽസ് വിത്ത്. IS കോഡ് 1200 പാർട്ട് 1 എന്തിനെ സംബന്ധിക്കുന്നതാണ്? ഓപ്ഷൻസ്: എർത്ത് വർക്ക്, കോൺക്രീറ്റ് വർക്ക്, ബ്രിക്ക് വർക്ക്, സ്റ്റോൺ വർക്ക്, സ്റ്റോൺ മേസണറി. ആൻസർ ഈസ് എ, എർത്ത് വർക്ക്. ഓപ്ഷൻ എ, എർത്ത് വർക്ക്.
71 ചോദ്യം. ഓൾ ദി വർക്ക് എക്സിക്യൂട്ടഡ് ഷോൾ ബി മെഷേർഡ് ആൻഡ് എൻറ്റേർഡ് ഇൻ എ പെർമനൻറ്റ് റെക്കോർഡ് കോൾഡ്. ചെയ്യുന്ന എല്ലാ വർക്കുകളും മെഷർ ചെയ്ത് എൻ്റർ ചെയ്യുന്ന റെക്കോർഡ് ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: അക്കൗണ്ട് ബുക്ക്, ഫീൽഡ് ബുക്ക്, പേഴ്സണൽ ബുക്ക്, എം ബുക്ക്. ആൻസർ ഓപ്ഷൻ ഡി, എം ബുക്ക്. 72 ചോദ്യം. സി ടൈപ്പ് ഏരിയ ഓഫ് പ്ലോട്ട് 201 സ്ക്വയർ മീറ്റർ ടു 1000 സ്ക്വയർ മീറ്റർ പെർമിസിബിൾ കവേർഡ് ഏരിയ. 201 സ്ക്വയർ മീറ്റർ തൊട്ട് 1000 സ്ക്വയർ മീറ്റർ വരെ വരുന്ന സി ടൈപ്പ് ഏരിയയുടെ പെർമിസിബിൾ കവേർഡ് ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 50% ഓഫ് സൈറ്റ് ഏരിയ, 20% ഓഫ് സൈറ്റ് ഏരിയ, 30% ഓഫ് സൈറ്റ് ഏരിയ, 40% ഓഫ് സൈറ്റ് ഏരിയ. ആൻസർ ഓപ്ഷൻ ഡി, 40% ഓഫ് സൈറ്റ് ഏരിയ. 73 ചോദ്യം. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എ പെർസെൻറ്റേജ് ഓഫ് ഡാഷ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി എസ്റ്റിമേറ്റ്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 2 to 3%, 4 to 5%, 6 to 8%, 1.5 to 2%. ആൻസർ ഓപ്ഷൻ ഡി, 1.5 to 2%. 74 ചോദ്യം. ഗ്രൂപ്പ് സി ബിൽഡിംഗ്സ് ആർ. ഗ്രൂപ്പ് സി ബിൽഡിംഗ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, അസംബ്ലി ബിൽഡിംഗ്, മെർക്കൻറ്റൈൽ ബിൽഡിംഗ്. ആൻസർ ഓപ്ഷൻ ബി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. 75 ചോദ്യം. ദി എക്സ്പെക്റ്റഡ് ഔട്ട് ടേൺ ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് 1:2:4 പെർ മേസൺ പെർ ഡേ. 1:2:4 സിമെൻറ്റ് കോൺക്രീറ്റ് ഒരു മേസൺ ഒരു ദിവസം കിട്ടുന്ന എക്സ്പെക്റ്റഡ് ഔട്ട് ടേൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: 1.5 മീറ്റർ ക്യൂബ്, 2.5 മീറ്റർ ക്യൂബ്, 3.5 മീറ്റർ ക്യൂബ്, 5 മീറ്റർ ക്യൂബ്. ആൻസർ ഓപ്ഷൻ ഡി, 5 മീറ്റർ ക്യൂബ്. 76 ചോദ്യം. ദി ലോവർ സ്റ്റോറി ഓഫ് ദി ബിൽഡിംഗ് ബിലോ ഓർ പാർട്ട്ലി ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. ഭാഗികമായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ഗ്രൗണ്ട് ലെവലിന് താഴെ വരുന്ന ലോവർ സ്റ്റോറി വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: സെല്ലാർ ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, മെസനൈൻ ഫ്ലോർ, ഓൾ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ, സെല്ലാർ ഫ്ലോർ. 77 ചോദ്യം. ദി റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ലേബർ ടു ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്. കോസ്റ്റ് ഓഫ് ലേബറും ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? ഓപ്ഷൻസ്: 1:10, 1:4, 1:1, 6:10. ആൻസർ ഓപ്ഷൻ ബി, 1:4. 78 ചോദ്യം. ദി ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി അഡീഷണൽ വർക്ക് ഇൻ അഡീഷൻ ടു ദി ഒറിജിനൽ വൺ ഈസ് കോൾഡ്. ഒറിജിനൽ വർക്കിൻ്റെ കൂടാതെ അഡീഷണൽ വർക്കിന് കൊടുക്കുന്ന അഡീഷണൽ ഫ്രഷ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡീഷണൽ വർക്കിന് കൊടുക്കുന്നത്. ഓപ്ഷൻസ്: ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ആൻസർ ഓപ്ഷൻ ഡി, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. 79 ചോദ്യം. ദി ഫോർമൽ അപ്രൂവൽ ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ് ഓഫ് ദി പ്രോജക്റ്റ് ഫോർ ഇൻക്വേർഡ് ദി എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് ഇനിഷ്യേറ്റഡ് ഈസ്. ഒരു വർക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് ഒക്കെ അനുവദിച്ചുകൊണ്ട് ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഫോർമൽ അപ്രൂവലിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: ടെക്നിക്കൽ സാങ്ഷൻ, ഗവൺമെൻറ് സാങ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, എക്സ്പെർട്ട് കമ്മിറ്റി സാങ്ഷൻ. ആൻസർ ഓപ്ഷൻ സി, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. 80 ചോദ്യം. FAR ഫ്ലോർ ഏരിയ റേഷ്യോ ഇസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ബൈ ദി. ടോട്ടൽ കവേർഡ് ഏരിയയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഫ്ലോർ ഏരിയ റേഷ്യോ കിട്ടുന്നത്? ഓപ്ഷൻസ്: കാർപ്പറ്റ് ഏരിയ, പ്ലിന്ത് ഏരിയ, ബിൽറ്റപ്പ് ഏരിയ, പ്ലോട്ട് ഏരിയ. ആൻസർ ഓപ്ഷൻ ഡി, പ്ലോട്ട് ഏരിയ. 81 ചോദ്യം. 60 ഇഞ്ച് ഈസ് ഈക്വൽ ടു ഡാഷ്. 60 ഇഞ്ച് തന്നിരിക്കുന്നതിൽ ഏതിന് തുല്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 feet, 5/3 യാർഡ്, 152.4 സെൻറ്റിമീറ്റർ, ഓൾ ഓഫ് ദിസ്. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്.
82ാമത്തെ ചോദ്യം. ഇൻ എ മെട്രിക് ചെയിൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ബ്രാസ് റിങ്സ് ഈസ്. ഒരു മെട്രിക് ചെയിനിൽ 2 ബ്രാസ് റിങ്സ് തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 5 മീറ്റർ, 1 മീറ്റർ, 20 സെൻറ്റിമീറ്റർ, 10 മീറ്റർ. ആൻസർ ഓപ്ഷൻ ബി 1 മീറ്റർ. 83ാമത്തെ ചോദ്യം. ദി പെർമിസിബിൾ എറർ ഇൻ 30 മീറ്റർ ചെയിൻ ഈസ്. ഓപ്ഷൻസ് ±5 മില്ലിമീറ്റർ, ±6 മില്ലിമീറ്റർ, ±7 മില്ലിമീറ്റർ, ±8 മില്ലിമീറ്റർ. പെർമിസിബിൾ എറർ ഇൻ 30 മീറ്റർ ചെയിൻ. ആൻസർ ഓപ്ഷൻ ഡി ±8 മില്ലിമീറ്റർ. 84ാമത്തെ ചോദ്യം. ഫോർ റേഞ്ചിങ് ബൈ ലൈൻ റേഞ്ചർ റിക്വയേഴ്സ്. ലൈൻ റേഞ്ചർ ഉപയോഗിച്ച് റേഞ്ചിങ് ചെയ്യുമ്പോൾ എത്ര റേഞ്ചിങ് റോഡുകൾ വേണം? ഓപ്ഷൻ എ നോ റേഞ്ചിങ് റോഡ്സ്, ഓപ്ഷൻ ബി 1 റേഞ്ചിങ് റോഡ്, ഓപ്ഷൻ സി 2 റേഞ്ചിങ് റോഡ്, ഓപ്ഷൻ ഡി 3 റേഞ്ചിങ് റോഡ്. ആൻസർ ഓപ്ഷൻ സി 2 റേഞ്ചിങ് റോഡ്. 85ാമത്തെ ചോദ്യം. ഹാൻഡ് സിഗ്നൽ ബോത്ത് ഹാൻഡ്സ് എക്സ്റ്റെൻഡഡ് ഫോർവേഡ് ആൻഡ് പ്രസ്ഡ് ടൈറ്റ് മീൻസ്. 2 കൈകളും മുന്നോട്ടേക്ക് നീക്കി ടൈറ്റായിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് പൊസിഷൻ ഈസ് കറക്റ്റ്, ഫിക്സ് ദി റോഡ്, മൂവ് സ്ലോലി ടു റൈറ്റ്, കണ്ടിന്യൂ ടു മൂവ് ടു റൈറ്റ്. ആൻസർ ഓപ്ഷൻ ബി ഫിക്സ് ദി റോഡ്. 86ാമത്തെ ചോദ്യം. കറക്ഷൻ ഫോർ ബാഡ് റേഞ്ചിങ്. ഓപ്ഷൻസ് ഓൾവേസ് നെഗറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നൺ ഓഫ് ദിസ്. കറക്ഷൻ ഫോർ ബാഡ് റേഞ്ചിങ്. ആൻസർ ഓപ്ഷൻ എ ഓൾവേസ് നെഗറ്റീവ്. ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ് നോർത്ത് ഈസ് മാർക്ക്ഡ് വിത്ത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ നോർത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന എവിടെയാണെന്നാണ് നോർത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി. ആൻസർ 180 ഡിഗ്രി. 88ാമത്തെ ചോദ്യം. ഇൻ 1987 മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ വാസ് നോർത്ത് 45 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആൻഡ് ഡിക്ലിനേഷൻ 5 ഡിഗ്രി ഈസ്റ്റ്. ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് മാഗ്നറ്റിക് ബിയറിംഗ് ഇഫ് ദി ഡിക്ലിനേഷൻ നൗ ഈസ് 2 ഡിഗ്രി വെസ്റ്റ്. 1987 ഒരു ലൈൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് നോർത്ത് 45 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഡിക്ലിനേഷൻ 5 ഡിഗ്രി ഈസ്റ്റും ആയിരുന്നു. എന്നാൽ നിലവിലെ മാഗ്നറ്റിക് ബിയറിംഗ് എത്രയാണ്? ഇപ്പോഴത്തെ ഡിക്ലിനേഷൻ 2 ഡിഗ്രി വെസ്റ്റ് ആണ്. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ഡി നോർത്ത് 52 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 89ാമത്തെ ചോദ്യം. പ്രിൻസിപ്പിൾ ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗ്രാഫിക്കൽ മെത്തേഡ്, ട്രാവേഴ്സിംഗ്, ട്രയാങ്കുലേഷൻ, പാരലിസം. ആൻസർ ഓപ്ഷൻ ഡി പാരലിസം. 90ാമത്തെ ചോദ്യം. സ്പൈർ ടെസ്റ്റ് ഇൻ തിയോഡലൈറ്റ് ഈസ് ഡൺ ടു മേക്ക്. സ്പൈർ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ ക്രോസ് ഹെയർ പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ ആക്സിസ്, ലൈൻ ഓഫ് കൊളിമേഷൻ പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്, വെർട്ടിക്കൽ സർക്കിൾ റീഡ് 0 വെൻ ലൈൻ ഓഫ് സൈറ്റ് ഇസ് ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. എന്തിനാണ് സ്പൈർ ടെസ്റ്റ് ചെയ്യുന്നത്? ആൻസർ ഹൊറിസോണ്ടൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. 91ാമത്തെ ചോദ്യം. ഇൻ ബൗഡിച്ചസ് റൂൾ ദി എറർ ഇൻ ലീനിയർ മെഷർമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ബൗഡിച്ചസ് റൂളിൽ എറർ ഇൻ ലീനിയർ മെഷർമെൻറ്റ് എന്തിന് പ്രൊപ്പോർഷണലായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? എൽ, റൂട്ട് എൽ, 1/√L, നൺ ഓഫ് ദിസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി റൂട്ട് എൽ. 92ാമത്തെ ചോദ്യം. ദി ഇൻക്ലൂഡഡ് ആംഗിൾസ് ഓഫ് എ തിയോഡലൈറ്റ് ട്രാവേഴ്സ് ആർ ജനറലി മെഷേർഡ് ആസ്. ഒരു തിയോഡലൈറ്റ് ട്രാവേഴ്സിലെ ഇൻക്ലൂഡഡ് ആംഗിൾ മെഷർ ചെയ്യുന്നത് ജനറലി എങ്ങനെയാണ്? ഓപ്ഷൻസ് ക്ലോക്ക് വൈസ് ഫ്രം ദി ഫോർവേഡ് സ്റ്റേഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്രം ദി ബാക്ക് സ്റ്റേഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്രം ഫോർവേഡ് സ്റ്റേഷൻ, ക്ലോക്ക് വൈസ് ഫ്രം ബാക്ക് സ്റ്റേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ക്ലോക്ക് വൈസ് ഫ്രം ബാക്ക് സ്റ്റേഷൻ. 93ാമത്തെ ചോദ്യം. കമ്പൈൻഡ് കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ആൻഡ് കർവേച്ചർ ഓഫ് എർത്ത് ഈസ്. റിഫ്രാക്ഷൻ്റെയും കർവേച്ചറിൻ്റെയും കമ്പൈൻഡ് കറക്ഷൻ എത്രയാണ് വരുന്നത്? ഓപ്ഷൻസ് +0.0673 d², -0.0785 d², -0.0673 d²,
പ്ലസ് ഓർ മൈനസ് 0.0673 d square. ആൻസർ ഓപ്ഷൻ സി 0.0673 d square. 94ാമത്തെ ചോദ്യം മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻറ്റിന ഇൻ GPS. GPS-ൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ആൻറ്റിന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന, ഹോൺ ആൻറ്റിന, പാരാബോളിഡ് ആൻറ്റിന, സ്ലോട്ടഡ് ആൻറ്റിന. ആൻസർ ഓപ്ഷൻ എ മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന. 95ാമത്തെ ചോദ്യം ദി സെറ്റ് ഓഫ് ഫോഴ്സസ് ഹൂസ് റിസൾട്ടൻറ്റ് ഈസ് 0 ഇസ് നോൺ ആസ്. റിസൾട്ടൻറ്റ് 0 വരുന്ന ഫോഴ്സസിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇക്വിലിബ്രിയം ഫോഴ്സസ്, കോപ്ലാനാർ ഫോഴ്സസ്, കൺകറൻറ്റ് ഫോഴ്സസ്, കൊളീനിയർ ഫോഴ്സസ്. ആൻസർ ഇക്വിലിബ്രിയം ഫോഴ്സസ്. 96ാമത്തെ ചോദ്യം സീസോ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. സീസോ എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ, ഫോർത്ത് ഓർഡർ ലിവർ. ആൻസർ ഓപ്ഷൻ എ ഫസ്റ്റ് ഓർഡർ ലിവർ. 97ാമത്തെ ചോദ്യം യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് എബൌട്ട്. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ 45 GPa, ബി 70 GPa, സി 130 GPa, ഡി 200 GPa. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ്. ആൻസർ ഓപ്ഷൻ ഡി 200 GPa. 98ാമത്തെ ചോദ്യം ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സിമ്പിൾ മെഷീൻ ഈസ് 5 ആൻഡ് വെലോസിറ്റി റേഷ്യോ ഈസ് 10. ദി എഫിഷ്യൻസി ഓഫ് മെഷീൻ വിൽ ബി. ഒരു സിമ്പിൾ മെഷീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5ഉം വെലോസിറ്റി റേഷ്യോ 10ഉം ആണെങ്കിൽ എഫിഷ്യൻസി എത്രയാണ്? ഓപ്ഷൻസ് 10%, 50%, 200%, 25%. പോസ് ചെയ്ത് നോക്കുക. ആൻസർ ഓപ്ഷൻ ബി 50%. 99ാമത്തെ ചോദ്യം സൈൻ സ്ക്വയർ 45 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു. ഓപ്ഷൻസ് 1, 0, ഹാഫ്, 1/√2. ആൻസർ ഓപ്ഷൻ എ 1. 100ാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 2 kg ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 100 meter in 20 seconds. 2 കിലോഗ്രാം മാസുള്ളൊരു വസ്തു 100 മീറ്റർ 20 സെക്കൻഡ് കൊണ്ട് ഉയർത്തുന്നു. ദെൻ ദി പവർ വിൽ ബി. പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസ് ചെയ്ത് നോക്കുക. ഓപ്ഷൻസ് 2000 വാട്ട്, 200 വാട്ട്, 4000 വാട്ട്, 100 വാട്ട്. ആൻസർ ഈസ് 100 വാട്ട്. ഇത്രയുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ. സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച ശേഷം എത്രയാണ് നിങ്ങൾക്ക് ലഭിച്ച മാർക്കെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഓവർസിയർ റിവിഷൻ സീരീസ് നിമി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓവർസിയർ റിവിഷൻ സീരീസിൻ്റെ ഏകദേശം 17ഓളം വീഡിയോ നമ്മൾ ചെയ്തു. അതെല്ലാം തന്നെ ഒരുപാട് പേര് കണ്ട് കമൻറ്റ് ചെയ്തവരും കണ്ടവരും തുടർച്ചയായിട്ട് കണ്ടവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. തുടർന്നും വരുന്ന എക്സാംസിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീണ്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് പുതിയ കുറച്ചെങ്കിലും ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും നമുക്ക് നിമിയുടെ ടെക്സ്റ്റ് കൂടെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തത്. തുടർന്നുള്ള പരീക്ഷകളെയും സഹായകമാകുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യും. എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ മാർക്ക് കമൻറ്റ് ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടാതെ വരുന്ന
പരീക്ഷയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. തുടർന്ന് മറ്റൊരു സീരീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.